ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ ബ്ലാസ്റ്റ്. പടത്തിന്റെ പേര് പോലെ തന്നെ ബ്ലാസ്റ്റിംഗ് മൊമെന്റ്സ് ഇൻ തിയേറ്റർ എന്ന് വെച്ചൊരു മോശം പടമല്ല, നല്ലൊരു പടം. കുറച്ച് കാലത്തിന്റെ ഇടയിൽ കണ്ട ഒരു നല്ല ആക്ഷൻ സീക്വൻസുകളുള്ള നല്ലൊരു പടം. പടത്തിന്റെ സുഭാഷ് കെ രാജയാണ് പടത്തിന്റെ റൈറ്റർ ഡയറക്ടർ. നല്ല രീതിയിൽ തന്നെ പുള്ളി ഒരു പടം എഴുതി വെച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ടെക്നിക്കലി പറയാനാണെങ്കിൽ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അരുൺ കൃഷ്ണ രാധാകൃഷ്ണൻ. നല്ലൊരു നീറ്റ് വർക്കായിട്ട് തന്നെയാണ് തോന്നിയത്. എഡിറ്റിംഗ് പ്രദീപ് ഇ രാഘവ്. എസ്പെഷ്യലി ആക്ഷൻ സീക്വൻസിലൊക്കെ വന്നപ്പോൾ കട്ട്സും ഈ ക്ലൈമാക്സ് പോർഷൻസിലൊക്കെ വന്നപ്പോൾ കട്ട്സും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് തൂക്കിയ രണ്ടാൾക്കാരാണ്. ഒന്ന് ആക്ഷൻ ചെയ്ത ഫിനിക്സ് പ്രഭു. ആക്ഷൻ ഈ പടത്തിന്റെ സോളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്ഷൻ സീക്വൻസുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ രവി ബസ്രൂർ മ്യൂസിക് ഒറിജിനൽ സ്കോർ ചെയ്ത രവി ബസ്രൂർ. അതായത് ഓരോ ക്യാരക്ടേഴ്സിന് ഓരോ BGM നിലയിലുപരി ഓരോ സീനുകൾക്കും ഡിഫറൻറ്റ് BGM അണ്ണൻ പടച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇതാണ് സിനിമയുടെ മാജിക് എന്ന് പറയുന്നത്. കാരണം 2 ദിവസം മുന്നേ നമ്മൾ കാട്ടാളം കണ്ടപ്പോൾ രവി ബസ്രൂറിൻ്റെ മ്യൂസിക് അടിപൊളിയായി, പടം ഡൗൺ ആയി പോയി എന്ന് പറഞ്ഞു. ഇത് പടം അതിനനുസരിച്ച് വരുമ്പോൾ മ്യൂസിക് കൂടെ വരുമ്പോഴാണ് അതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാകുന്നത്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് പൊളി വർക്ക്. പിന്നെ പെർഫോമൻസിന്റെ കാര്യം പറയാനാണെങ്കിൽ അർജുൻ, നമ്മൾ പണ്ടേ മൂപ്പരുടെ മുതൽവൻ ജെന്റിൽമാൻ ഒക്കെ കണ്ട് മൂപ്പരുടെ ഇഷ്ടമാണ് നമുക്ക്. പുള്ളിയുടെ നല്ലൊരു കംബാക്ക് മൂവി ആയിട്ട് നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പ്രധാന ക്യാരക്ടേഴ്സ് പ്രീതി മുകുന്ദനും അഭിരാമിയും. അവരും നല്ല രീതിയിൽ തന്നെ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പടത്തിൽ കാണാനുണ്ട്. കാരണം അവർ കൺവിൻസിങ് ആയിട്ട് തന്നെ ആ റോള് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം കാണാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിയേറ്റർ നിങ്ങളെ ആസ്വാദനത്തെ നല്ല രീതിയിൽ ബാധിക്കും. ഈ PVR ലുലു ഇതൊക്കെ പോലെ മസിൽ പിടിച്ചിരുന്ന് കാണുന്ന ഓഡിയൻസ് ആണെങ്കിൽ ഈ പടം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ആ എൻജോയ് ഫീൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഓഡിയൻസിന് കിട്ടുന്ന തിയേറ്ററിൽ തന്നെ പോയാലേ നമുക്ക് പടം ഹൈ ആയിട്ട് കിട്ടും. പടം ആദ്യത്തെ കുറേ സീനുകളിൽ ക്ലീഷേ സീനുകളും, അതായത് ഒരു 10-40 മിനിറ്റ് ഭയങ്കര ക്ലീഷേ ആയിട്ടാണ് പോകുന്നത്. പിന്നെ അതിന് ശേഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പടം ഹൈ ആയി. പടം ഹൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഇന്നായല്ലോ, പിന്നെ ഒന്നും നോക്കാമല്ലോ, പിന്നെ നടക്കുന്നതിന് അങ്ങ് കൈയടിച്ചോളൂ. ആ മൂഡിൽ പടം കണ്ടുപോവുക. പിന്നെന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ചില ക്യാരക്ടേഴ്സൊക്കെ വന്നിട്ട് മാസ് കാണിക്കുന്ന സീനുകൾ കാണുമ്പോൾ നമുക്ക് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കൈയടിച്ചു പോകില്ലേ, അങ്ങനെ കുറച്ച് സീനുകളുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആസ്വാദനത്തെ നല്ല രീതിയിൽ ബാധിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ഞാനതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. ആക്ഷൻസ് തന്നെയാണ് പടത്തിന് മെയിൻ. പിന്നെ വില്ലന്മാരുടെ കാര്യമൊക്കെ ആണെങ്കിലും കാസ്റ്റിംഗ് കുറച്ച് ഷോക്കായിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിലൊരു ഡാർക്ക് ഹ്യൂമർ പരിപാടി പിടിച്ചിട്ടുണ്ട്. നമ്മൾ നെൽസൺ പടത്തിലൊക്കെ കാണുന്ന പോലെ കംപ്ലീറ്റ്ലി ഒരു ഡാർക്ക് ഹ്യൂമർ പടം എന്ന് പറയാൻ പറ്റൂല, എന്നാലും ചെറിയ ഡാർക്ക് ഹ്യൂമർ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പടം തിയേറ്ററിൽ വർത്ത് വാച്ചാണ്. നമുക്ക് കൈയടിച്ച് രസിച്ച് നല്ല അഡ്രനാലിൻ റഷ് ഉണ്ടാക്കാൻ പറ്റുന്ന സീനുകളുണ്ട്. അപ്പോൾ നിങ്ങൾ പടത്തിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.